ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിക്ക് പാസ്റ്റിൽ നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെക്കുറിച്ചുണ്ടായ ഒരു കാഴ്ചപ്പാട് എന്താണ്, കറൻ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതാണ്. നമ്മളൊരു കമ്പാരിസൺ ആണ് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ പലരും നോ കോൺടാക്റ്റിലുള്ളവരായിരിക്കാം, പേഴ്സണോടൊപ്പം ഉള്ളവരായിരിക്കാം, ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് നോക്കാം ആരുടെയൊക്കെ എനർജീസാണ് ഇവിടെ വരാനായിട്ട് പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു ഇത് നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ കാണാനായി ശ്രമിക്കുക. Okay, 2 of Cups, 6 of Wands, 5 of Cups, Page of Wands, Knight of Pentacles, 4 of Swords, 8 of Cups, Sun energy, Queen of Wands, High Priestess, Eight of Pentacles, King of Pentacles, 4 of Wands and one more, 8 of Swords. അപ്പോൾ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇനിഷ്യലി ഇത് വളരെ ആവേശത്തോടെ സ്റ്റാർട്ട് ചെയ്ത ഒരു റിലേഷൻഷിപ്പായിട്ട് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ആ ഒരു സമയത്ത് ഒരു വാല്യൂ ഉണ്ടായിരുന്നു. നിങ്ങളുടെ വ്യക്തി ഇതിനൊരു വലിയൊരു വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് വളരെ ആവേശമുള്ളൊരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് അഭിമാനം കൊടുക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഏത് തരത്തിലുള്ളൊരു ബന്ധമാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കിട്ടിയതിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് അഭിമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ തന്നെ ഏറ്റവും സന്തോഷകരമായ, അല്ലെങ്കിൽ ഏറ്റവും ഒരു അനുഗ്രഹമാണ്, ലക്കാണ് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നത് എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടാവാം. അതുപോലെയുള്ള ഒരു ഇനിഷ്യൽ എനർജി സ്പാർക്ക് എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് പകരമായിട്ട് മറ്റാരെയും അവർക്ക് ആ ഒരു പ്ലേസിൽ കൊണ്ടുവയ്ക്കാൻ കഴിയില്ല. നിങ്ങളെന്ന് പറയുന്നത് ഇറീപ്ലേസബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ കണ്ടിരുന്നു. അവരുടെ ഒരു വിജയമായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ കണ്ടിരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടുള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു 2 ഓഫ് കപ്സിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വന്ന എൻഡിങ്ങിൽ നിൽക്കുന്നത് ആ ഒരു 8 ഓഫ് സോഡിലുമാണ്. അപ്പോൾ ദാറ്റ് മീൻസ് അതിനിടയിൽ ഇവിടെ വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാലും നമ്മളിവിടെ നോക്കുമ്പോൾ അത്രയും ആ ഒരു പേഴ്സൺ ഹൃദയം തന്ന, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ ലൈഫിൽ ഏറ്റവും അവർക്ക് കിട്ടിയ ഒരു ലക്കാണ്, അല്ലെങ്കിൽ ഒരു അഭിമാനപൂർവ്വമായിട്ടുള്ളൊരു സംഗതിയാണ് നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള അവിടുത്തെ നിന്ന് ഈ ഒരു കണക്ഷനകത്ത് വന്ന് പെട്ടുപോയോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു കൺട്രോളിനകത്ത് ഞാൻ നിന്നുപോയോ എന്നുള്ളൊരു രീതിയിലാണ് ഇത് നമ്മൾ നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് പാസ്റ്റിലും ഓൺ ആൻഡ് ഓഫ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാസ്റ്റ് എനർജിയിൽ കംപ്ലീറ്റ്ലി സ്മൂത്തിൽ പോയ ഒരു എനർജി നമ്മളിവിടെ കാണുന്നില്ല. കാരണം ഇതുപോലെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ പോലും വീണ്ടും ഇതിനകത്ത് പ്രോബ്ലംസ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ എനർജി വന്നിട്ടുണ്ട് എന്നുള്ളത് കാണാം. ഒരു പക്ഷേ ഇനിഷ്യലൊക്കെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രയും ഇൻവോൾവ് ആയില്ല, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം കൂടുതൽ എനർജി ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ബാക്കിലേക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പം നിങ്ങളത് ഇൻവോൾവ്മെൻറ്റോ കാര്യങ്ങളോ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ അത്രമേൽ ഒരു വിഷമവും സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് അവർ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളായിട്ടിപ്പോൾ ഒന്ന് പിണങ്ങിയിരിക്കുന്ന ഒരവസ്ഥയോ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു അകൽച്ചയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അത്രമേൽ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങളോട് മിണ്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച്
അവർക്ക് വേറെ എന്ത് കിട്ടിയാലും ഹാപ്പി ആവില്ല എന്നുള്ളൊരു എനർജിയിലൊക്കെ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ആ ഒരു സമയത്ത് നിങ്ങളെന്ന് പറയുന്ന ആ ഒരു സെന്റർ ഓഫ് അട്രാക്ഷന് ചുറ്റുമാണ് ഈ ഒരു പേഴ്സൺ കറങ്ങിക്കൊണ്ടിരുന്നത്. അവരുടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളായിരുന്നു എന്നുള്ള ഒരു എനർജി നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ അവിടെന്ന് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സന്റെ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു എനർജി, അല്ലാന്നുണ്ടെങ്കിൽ പല ആക്ഷനും ആദ്യത്തെ പോലെയുള്ള ആ ഒരു ഫയറി എനർജിയിൽ നിന്ന് കുറച്ച് സ്ലോ മോഡിലേക്ക് മാറിയതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആദ്യം എടുത്ത ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ സ്ലോ ആയപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുറച്ചും കൂടി ഓൺ ആയിട്ടുണ്ടാവും. അതായത് നമ്മൾ ഈ ഒരു റണ്ണർ ചേസർ എനർജി എന്ന് പറയുന്നത് പോലെ ആദ്യം അവരാണ് നിങ്ങളുടെ പുറകെ ഓടി വന്നിരുന്നതെങ്കിൽ പിന്നെ പിന്നെ ആ ഒരു എനർജി ഒന്ന് കുറഞ്ഞു വന്നിട്ട് നിങ്ങൾ കൂടുതൽ ഒരു ഫോക്കസ് അറ്റൻഷൻ ഒക്കെ ഈ ഒരു പേഴ്സണിന് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇവരൊന്ന് ഡൗൺ ആയോ അല്ലെങ്കിൽ സൈലന്റ് ആയോ എന്നുള്ളൊരു രീതിയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പം എന്നെ കൺസിഡർ ചെയ്യുന്നില്ലേ, മാനസികമായിട്ട് ഇവർക്ക് ഇതിനകത്ത് നിൽക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലേ, അല്ലെങ്കിൽ ഇവരിത് പഴയ എനർജി തരാത്ത എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ വീണ്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് പഴയ പോലെ സന്തോഷത്തോടു കൂടി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇനിഷ്യലി ഉണ്ടായിരുന്ന സ്പാർക്ക് പിന്നെ ഒന്ന് കുറഞ്ഞു അല്ലെങ്കിൽ ഒന്ന് വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ളവർ ഫേസ് ചെയ്തിട്ടുണ്ടാവണം. പക്ഷെ അവിടെ നിന്ന് പിന്നെയും നിങ്ങൾക്കത് മേക്കപ്പ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഓണായി തന്നെ പോയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ റീകൺസിലേഷനും അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് രണ്ടു പേർക്കും വിട്ടു പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് നിങ്ങൾ തമ്മിൽ ഒരു വഴക്കോ അല്ലെങ്കിൽ സെപ്പറേഷനോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയതായിട്ട് കാണാം. മാത്രമല്ല ഒന്നുകൂടി നിങ്ങൾക്ക് പോലും തോന്നിയിട്ടുണ്ടാവും ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്ന സംതിങ് സ്പെഷ്യൽ ആണ്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു കണക്ഷൻ്റെ ഡെപ്ത് മനസ്സിലാക്കിയത് ചിലപ്പോൾ ഇവരുമായിട്ട് അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ആയിരിക്കും. ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമുക്കിവിടെ കാണാം നല്ല രീതിയിൽ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയും നല്ല രീതിയിൽ ഗ്രൗണ്ടഡ് ആയിട്ട് അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കുന്ന രീതിയിൽ വീണ്ടും നിങ്ങളുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഒരു ഹാർമണിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പോയതായിട്ട് തന്നെ നമുക്ക് പാസ്റ്റ് എനർജിയിൽ തന്നെ അതും കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കിവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന എനർജീസ് എന്ന് പറയുന്നത് 4 ഓഫ് വാണ്ട് ആൻഡ് 8 ഓഫ് സോഡാണ്. ഇത് രണ്ടും ഒരു തരത്തിൽ പറഞ്ഞാൽ രണ്ടും രണ്ട് ലെവലിൽ നിൽക്കുന്ന എനർജീസാണ്. രണ്ടും ഒരു കോൺട്രാസ്റ്റ് ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് അത്രയും ഒരു കംഫർട്ടായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയിൽ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു സ്റ്റക്നെസ് വരുന്ന ഒരവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ ചില സെൽഫ് ഇമ്പോസ്ഡ് ലിമിറ്റേഷൻസ് ആയിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു കൺട്രോളിംഗ് പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഏതൊക്കെയോ സാഹചര്യത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു കൺട്രോളിംഗ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതുകൊണ്ടാണ് ലൈഫിൽ വേറെ പല കാര്യങ്ങളിലും ആളൊന്ന് പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയോ കാര്യങ്ങളോ സംഭവിച്ചിട്ടുണ്ടാവാം. ഇപ്പം നമുക്കൊരു റിലേഷൻഷിപ്പ് അത് പലർക്കും പല റിലേഷൻഷിപ്പ് ആയിരിക്കാം, പല സാഹചര്യങ്ങളായിരിക്കാം. എങ്കിലും അതിനകത്ത് നമ്മൾ ഓവറായിട്ട് ഇൻവോൾവ് ആകുമ്പോൾ നമ്മുടെ ലൈഫിൽ വേറെ പല ഏരിയാസിൽ അല്ലെങ്കിൽ വേറെ നമ്മളുടെ ലൈഫിലുള്ള വ്യക്തികളിൽ ഒരുപാട് ചേഞ്ച് വരും. അപ്പോൾ അതിൻ്റെ ഒരു പ്രഷർ കാര്യങ്ങൾ നമ്മളുടെ റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരാം. അപ്പോൾ നമ്മൾ രണ്ട് വ്യക്തികൾ വളരെ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്തല്ലെങ്കിൽ അങ്ങനെ അങ്ങ് പോകുന്ന ഒരവസ്ഥയിൽ വേറെ പലരുടെയും ഒരു കടന്നാക്രമണം അല്ലെങ്കിൽ പലരുടെയും ഉപദേശം, പലരുടെയും ഒരു കൈകടത്തൽ നമ്മളുടെ റിലേഷൻഷിപ്പിനെ തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ പോരുന്ന പാർട്ട്നേഴ്സിനെ ഇതുപോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രഷറൊക്കെ കൊണ്ട് തന്നെ തെറ്റിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ ആ ഒരു 2 ഓഫ് കപ്സിൽ നിന്നൊരു ട്രാപ്പിംഗ് എനർജി, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു കൺട്രോളിംഗ് എനർജിയിലേക്ക് വന്ന് പെട്ടൊരവസ്ഥ. മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം ആൾക്ക് ഒരു കെട്ടുപാടിനകത്ത് വന്നിരിക്കുന്നൊരവസ്ഥ ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ മേ ബി ആ ഒരു ടൈമിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ വീണ്ടും സെപ്പറേഷനോ അല്ലാന്നുണ്ടെങ്കിൽ ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലൊക്കെ പോയിട്ടുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ഓവറോളായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ ഒരു പേഴ്സൺ ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ മനസ്സിനകത്ത് നിങ്ങളോട് ഒരുപാട് ഇഷ്ടവും സ്നേഹമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാണ്. നമ്മൾ പറഞ്ഞതുപോലെ ആദ്യകാലങ്ങളിലെല്ലാം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഗുഡ് ലക്കാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഭാഗ്യമാണ് നിങ്ങൾ എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വീണ്ടും നിങ്ങൾക്ക് ടൈം തന്നിട്ടുള്ള ഒരു പേഴ്സൻ്റെ ഒരു എനർജി ആയിട്ട് തന്നെ നമുക്ക് കാണാം. പക്ഷേ നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു ലാസ്റ്റ് എനർജിയിൽ ആൾ ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണുന്നത്. ഇനിയിപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം പ്രസൻ്റ്ലി ഈ ഒരു പേഴ്സൺ ഏത് അവസ്ഥയിലാണ് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണുന്നത്. ഇപ്പോൾ ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്? ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു 8 ഓഫ് സോഡാണ്. അവിടെ നിന്ന് ഒരു മാറ്റം വന്നിട്ടുണ്ടോ ഇപ്പോൾ ആൾക്ക് എന്നുള്ളത് നമുക്ക് നോക്കാം.
അപ്പോൾ പാസ്റ്റിലുള്ള ഈ ഒരു എനർജി കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് ഈ ഒരു വ്യക്തിയുടേത്. ടവർ, 4 of Wands, 9 of Pentacles, King of Cups, Page of Wands, High Priestess, the Moon energy, Death and Rebirth, Chariot, 2 of Cups, 3 of Wands, 3 of Pentacles, and one more. ഓക്കെ, 6 of Pentacles. അപ്പോൾ കറൻലി ഉള്ളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വ്യക്തികളും ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കും ഈ ഒരു പേഴ്സൻ്റെ അടുത്ത്. നിങ്ങൾ തമ്മിൽ കണക്ഷനോ കമ്മ്യൂണിക്കേഷനോ ഒന്നും സംഭവിക്കുന്നുണ്ടാവില്ല. കുറച്ച് പേര് ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോകുന്നുണ്ടെങ്കിലും ആ ഒരു പഴയ സ്റ്റെബിലിറ്റിയോ അല്ലെങ്കിൽ ആ ഒരു പഴയ എനർജിയോ ഈ വ്യക്തി ഇപ്പോൾ തരാത്ത അവസ്ഥയായിരിക്കും കോണ്ടാക്റ്റിലുള്ളവരാണെന്നുണ്ടെങ്കിൽ. അങ്ങനെയുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ കണ്ടു പാസ്റ്റിൽ ആ ഒരു വ്യക്തി അത്രയും ഒരു എനർജി ഇൻവെസ്റ്റ് ചെയ്ത് അവരത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹം തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് പോലും അതിനകത്ത് എന്തൊക്കെയോ ഒരു കെട്ടുപാടിനകത്ത് നിൽക്കുന്ന പോലെയുള്ള ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ അവർ വന്ന് പെട്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മൂലം ആളുടെ വേറെ എവിടെയൊക്കെയോ ആളുടെ ലൈഫിലും മറ്റു പല സാഹചര്യങ്ങളിലായിരിക്കും ആൾ പെട്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മളവിടെ കണ്ടതാണ്. ചിലപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നായിരിക്കും ഇപ്പോൾ നമ്മൾ പറഞ്ഞ നോ കോണ്ടാക്റ്റിലേക്ക് പ്രസൻ്റ്ലി എത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സിങ്ക്രണൈസേഷൻ നഷ്ടപ്പെട്ടത് ചിലപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും. പക്ഷേ ഇവിടുത്തെ നമ്മൾ ഈ ഒരു എനർജി ഈ ഒരു സ്പ്രെഡിലും നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം ആ ഒരു 2 ഓഫ് കപ്സ് എനർജിയാണ്. കാരണം ഇവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെങ്കിലും ഏത് സ്റ്റാൻഡിലാണ് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരുള്ളതെങ്കിലും അവർക്ക് ഈ ഒരു എനർജി വിട്ട് കളയാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് കോമൺ ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചില ആത്മബന്ധങ്ങൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഉപേക്ഷിച്ചെറിഞ്ഞ് പോകാനായിട്ട് കഴിയില്ല. അത് നമുക്ക് ഇവിടെ നല്ലപോലെ കാണാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലാണ് അല്ലെങ്കിൽ പഴയ ഒരു പ്രയോറിറ്റി തരാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് സ്ട്രോങ് റീകൺസിലേഷൻ വേണം എന്നവർ നല്ല രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്ന ഒരു എനർജി ആയിട്ട് നമുക്ക് കാണാം. മാത്രമല്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമോ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ കാരണമൊക്കെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അവരുടെ കാര്യത്തിൽ വളരെയധികം സെൽഫിഷായി പോയതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. ആ ഒരു പേഴ്സൺ അവരുടെ ഒരു കാര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഒരു പാത്ത് എന്താണോ അതിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പോലും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് നിങ്ങളാണ് ഉള്ളതെന്ന് തന്നെ നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇനി അങ്ങനെ പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും കറങ്ങിത്തിരിഞ്ഞ ആ ഒരു വ്യക്തി നിങ്ങളെന്ന് പറയുന്ന പോയിന്റിലേക്ക് തന്നെ ഡീവിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ കറൻലി നമ്മൾ നോക്കുമ്പോഴും സ്ട്രോങ് തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിൽ ഉള്ളതായിട്ട് തന്നെ കാണാം. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ പോവാതിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം അവർ നല്ല രീതിയിലൊരു സ്ട്രഗിൾ അല്ലെങ്കിൽ ഒരു മെൻ്റൽ ആഗണി, ആങ്സൈറ്റി എന്ത് തന്നെ ആയിക്കോട്ടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും അവരെങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറങ്ങിത്തിരിഞ്ഞ് അവരുടെ ഒരു മൈൻഡ് വരുന്നത് നിങ്ങളിലേക്കാണ്. നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു തേർഡ് പാർട്ടി നിൽക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ മറ്റാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സ് വന്ന് ചേരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് ആണെന്നുള്ളതാണ്. കാരണം അവർക്ക് ഇത് ഉപേക്ഷിച്ച് കളയാനായിട്ട് കഴിയുന്നില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദമോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളോ അവർ വേറെ വഴിയിലൂടെ പോകാൻ പ്രേരിപ്പിച്ചു കഴിഞ്ഞാലും അവർ ഇതിലേക്ക് തന്നെ വന്ന് നിൽക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതൊരു ഡിവൈൻ എനർജിയുടെ ബ്ലെസ്സിങ് ആണ്. അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ എന്തൊക്കെയോ പ്രത്യേകതയുള്ളതായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് തന്നെ ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അവർ കൂടുതലും നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു ഫോക്കസ് ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ അവർ പർപ്പസ്ഫുള്ളി നിങ്ങളെ ശ്രദ്ധിച്ച് കളയാം എന്ന് വിചാരിച്ചിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കില്ല. പക്ഷേ
കൂടുതൽ ചിന്തകൾ നമ്മളിപ്പോൾ ഒരു കാര്യം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ കൂടുതൽ അതിലേക്ക് പോകണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമ്മളുടെ മനസ്സ് അത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫോക്കസ് അതിലേക്ക് തന്നെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ സ്ട്രോങ് ആയിട്ട് കാണാം. കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിലാണ് അവരുടെ ലൈഫിൽ അവർക്ക് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അപ്പോൾ എന്ത് പ്രശ്നത്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിലും അല്ല, ഈ ഒരു പേഴ്സൺ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവർക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ആത്മബന്ധം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിവൈൻ എനർജിയുടെ ബ്ലെസ്സിങ് ഉള്ള ഒരു കണക്ഷൻ ആണിത് എന്നുള്ളൊരു ഫീലിംഗ് ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ നേരത്തെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് അവർ സ്റ്റക്ക് ആണെന്നോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നോ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ഇത് ടോക്സിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചില റിലേഷൻഷിപ്പ് വളരെ സ്നേഹത്തോടെ പോയി കഴിഞ്ഞാൽ ഒരു ഘട്ടം എത്തുമ്പോൾ ചിലർക്ക് അതൊരു ടോക്സിസിറ്റി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ചിലപ്പോൾ അത് ഒറിജിനലിയും ടോക്സിക് ആവുന്ന സിറ്റുവേഷൻസ് നമുക്ക് കാണാനായിട്ട് കഴിയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കറൻറ്റ്ലി ഈ ഒരു പേഴ്സൺ റിയലൈസ് ചെയ്യുന്നുണ്ട് അവർക്കാണ് നിങ്ങളെ വിട്ട് പോകാൻ കഴിയാത്തത് എന്നുള്ളത്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ പുറകെ നടക്കുന്ന ഒരു അവസ്ഥയോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ കൂടുതൽ ഇവരിൽ നിന്ന് ആഗ്രഹിച്ച് നിങ്ങൾ നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്ന് ചിലപ്പോൾ അവർ ചിന്തിച്ചിട്ടുണ്ടാവുന്നത് നിങ്ങളാണ് കൂടുതൽ അവരെ ആഗ്രഹിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളൊരു തോന്നലൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ റിയലൈസ് ചെയ്യുന്നുണ്ട് അവർക്കാണ് നിങ്ങളെ വിട്ടു പോകാൻ കഴിയാത്തത്, അല്ലെങ്കിൽ അവരുടെ ഒരു എനർജിയാണ് നിങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കൂടെ ഇല്ലാന്നുണ്ടെങ്കിലും ഈ പേഴ്സൺ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. ചിലർ ഈ പറഞ്ഞതുപോലെ ഒരു ചെറുത്താനും കടലിലും നടുക്ക് പെടുന്ന ഒരവസ്ഥ എന്ന് പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾക്ക് നടുവിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരു ഭാഗത്ത് മറ്റു കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഫാമിലി ഉണ്ടാവാം, റെസ്പോൺസിബിലിറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഒഴിവാക്കണം എന്ന് പറയുന്ന ആൾക്കാർ അപ്പുറത്തുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അവരുടെ ഒരു ദേഷ്യവും പ്രഷറും ഒക്കെ ചിലപ്പോൾ ഏറ്റവും ഇഷ്ടമാണെങ്കിൽ കൂടിയും ഈ ഒരു വ്യക്തിയുടെ അടുത്ത് പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ എല്ലാവരോടും കൂടിയുള്ള ദേഷ്യം ചിലപ്പോൾ ഇവിടെ കാണിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊന്ന് മാറി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനായിട്ടൊരു നോ കോൺടാക്റ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ കുഴപ്പമില്ലാതെ പോകാൻ കഴിയും. അവർക്കെല്ലാം ബാലൻസിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നൊക്കെ ചിന്തിച്ചൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ പേഴ്സണ് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അവർക്ക് നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ ഒരു സന്തോഷവും ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പേഴ്സൺ സാറ്റിസ്ഫാക്ഷൻ കിട്ടൂ എന്നുള്ള ഒരു കാര്യം ആ വ്യക്തിക്ക് ഇപ്പോൾ റിയലൈസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊക്കെ വഴിയിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ നോക്കിക്കഴിഞ്ഞാലും കറങ്ങിത്തിരിഞ്ഞ ഈ ഒരു പേഴ്സൺ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു ഫോക്കസിൻ്റെ പിന്നാലെ വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ചില കാര്യങ്ങളെ പേടിച്ചിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു തേർഡ് പാർട്ടിയോടൊക്കെ ഒരു ഫിയർ എനർജി ഉള്ളതുകൊണ്ട് സ്വന്തം ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് നിർത്തിയിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം, അല്ലെങ്കിൽ ഒരു ബാലൻസ് ചെയ്ത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ വരാനായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തരണം എന്ന് തന്നെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയെ ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും വിട്ടിട്ടില്ല, അല്ലെങ്കിൽ തേർഡ് പാർട്ടി വിടുന്ന കാര്യമൊന്നും ഇവിടെ ഈ ഒരു പേഴ്സൺ ആലോചിച്ചിട്ടില്ല. നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു ആലോചനയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാനായിട്ട് കഴിയുന്ന കാര്യം. ഇതൊരു തേർഡ് പാർട്ടി റീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ല. എങ്കിലും നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വലിയൊരു ഗിവ് ആൻഡ് ടേക്ക് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രയോറിറ്റി ഒക്കെ തന്ന് നിങ്ങളെയും തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ വല്ല തെറ്റിദ്ധാരണയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഇപ്പോൾ ഇല്ല. തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിനകത്ത് ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് അവർ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൂടെ ചേർക്കാൻ, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ തരാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ തേർഡ് പാർട്ടി കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞു പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി നമുക്കിവിടെ വന്നിട്ടില്ല. അത് നമ്മളുടെ അടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങളെ തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമ്മളിപ്പോൾ നിലവിൽ നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത്, അല്ലെങ്കിൽ അതാണ് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇവിടെ പ്രൊമിനൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന സോഡിയക് സൈൻസ് സ്ട്രോങ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജീസ് ഉണ്ട്. ഇപ്പോൾ ഈയിടെയായിട്ട് എനിക്ക് തോന്നുന്നു വാട്ടർ സൈൻ വളരെ പ്രൊമിനൻ്റ് ആയിട്ട് നമ്മളുടെ റീഡിങ്ങിനകത്ത് വരുന്നുണ്ട്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു എനർജിയിലുള്ള വ്യക്തികളായിരിക്കും കൂടുതൽ റീഡിങ് കാണുന്നതും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും ആ ഒരു എനർജിയിലുള്ളവരായിരിക്കും. കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് അത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ, അല്ലെങ്കിൽ അത്രയേറെ നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു ഡിസയർ ഉള്ള വ്യക്തികളുടെ ഒരു എനർജി വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ പിന്നെ വന്നിട്ടുള്ളത് ഏരിയസ്, ലിയോ, സെജിറ്റേറിയസ്, ടോറസ് ആൻഡ് വിർഗോ. ഇനി അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 2, നമ്പർ 7, നമ്പർ 13, നമ്പർ 16 ആൻഡ് നമ്പർ 18.
ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടത്തെ നമ്മളുടെ സ്പ്രെഡിൽ കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടിയാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എനർജി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ കൊണ്ടുപോകാൻ കഴിയാത്തതെന്നുള്ളതാണ്. അപ്പോൾ സ്ട്രോങ് തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.